അടുത്തത് എട്ടാമത്തത് സൂകരമുഖം. രാജാവോ രാജപുരുഷന്മാരോ നിരപരാധികളെ ശിക്ഷിക്കുകയോ ബ്രാഹ്മണരെ ശരീരശിക്ഷ അനുഭവിപ്പിക്കുകയോ ചെയ്താൽ പരലോകത്തിൽ അവരെ സൂകരമുഖമെന്ന നരകത്തിൽ വീഴ്ത്തും. അവിടെ യമദൂതന്മാർ പാപിയെ കരിമ്പിൻ തണ്ടിനെ എന്ന പോലെ പിഴിയും. അവൻ ദയനീയമായി കരഞ്ഞ് ബോധം കെട്ട് വീഴും. ഈ ലോകത്തിൽ അവൻ നിരപരാധികളെ ദ്രോഹിച്ച പോലെ പരലോകത്തിൽ യമദൂതന്മാർ അവനെ ശിക്ഷിക്കും. അടുത്തത് അന്ധകൂപം. കൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിണർ എന്നാണ് അർത്ഥം. കൂപമണ്ടൂകം എന്ന് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവള, കൂപമണ്ടൂകം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ കിടക്കുന്ന തവള. അപ്പൊ കൂപം എന്ന് പറഞ്ഞാൽ കിണർ. ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ട ഉപജീവന വൃത്തികളോട് കൂടിയവരും മറ്റുള്ളവരുടെ ദുഃഖത്തെ തിരിച്ചറിയാൻ കഴിയാത്തവരുമായ കൊതു, മൂട്ട, ഈച്ച, ഉറുമ്പ് മുതലായ ജീവികളെ ദ്രോഹിക്കുന്നവൻ പരലോകത്തിൽ അന്ധകൂപം എന്ന നരകത്തിൽ ചെന്ന് വീഴും. ആയിരക്കണക്കിന് യോജന വിസ്താരമുള്ള ഒരു കിണറാണ് ഈ അന്ധകൂപം എന്ന് പറയുന്നത്.